10 ഗ്രാം സ്വർണത്തിന് 1 ലക്ഷം രൂപ വിലയെത്തിയിരിക്കുന്നു. ഈ പോക്ക് പോയാൽ 1.5 ലക്ഷത്തിലേക്കൊക്കെ എത്തുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ വെള്ളിയുടെ അഥവാ സിൽവറിൻ്റെ കാര്യം ഇതിലും ഗംഭീരമാണ്. 2019 ശേഷം കുതിപ്പിൽ നിന്ന് കുതിപ്പിലേക്കാണ് വെള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ അവസ്ഥയിൽ സ്വർണത്തിലും അധികം ലാഭം തരാൻ സാധ്യതയുള്ള ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാധനമായിട്ട് വെള്ളിയെ കണക്കാക്കുന്നുണ്ട്. ആഭരണ രൂപത്തിൽ തന്നെ വേണം എന്നൊന്നുമില്ല. ഈ സ്വർണവും വെള്ളിയും ഒക്കെ പല രീതിയിൽ മേടിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡിജിറ്റലായിട്ടും ETF ആയിട്ടും ഒക്കെ വളരെ എളുപ്പത്തിൽ ഏതൊരു സാധാരണക്കാരനും ഇത് മേടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ സ്വർണവും വെള്ളിയും വാങ്ങുന്നത് ശരിക്കും ലാഭമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. സ്വർണവും വെള്ളിയും വാങ്ങാനുള്ള അവസാന അവസരമാണ്. ഇനി വില കുതിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതാണോ അതോ വിലയൊക്കെ ഇടിയാൻ പോകുന്നു എന്ന് പറയുന്നതാണോ ശരിയെന്നും നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്നതുപോലെ ഞാനിന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. നിക്ഷേപങ്ങൾ, പണം എന്നീ വിഷയങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും കാണുക. പിന്നെ നല്ല സാമ്പത്തിക താല്പര്യവും അച്ചടക്കവും ഉള്ളവർ മാത്രം കാണാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാതെ ഈ വീഡിയോ സാധാരണക്കാരിൽ എത്തില്ല. അതുകൊണ്ട് വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ പേര് കാണുന്ന സമയത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ പറയാൻ തീർച്ചയായിട്ടും ഒരു പ്രചോദനമായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഈ വിഷയത്തിൻ്റെ കൂടെ ഞാനൊന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ആളുകൾ പണം സമ്പാദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അതെങ്ങനെ കൈകാര്യം ചെയ്യണം, എവിടെ നിക്ഷേപിക്കണം എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ സെബ്ര ലേണിൻ്റെ മണി സ്മാർട്ട് ഇൻ യുവർ 20s and 30s എന്നൊരു പുസ്തകം നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഈ അടുത്ത് ഷാർക്ക് ടാങ്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട് ഹൃദേശ് അഗർവാളിൽ നിന്നും ഫണ്ടിംഗ് ഒക്കെ ലഭിച്ച കമ്പനിയാണ് സെബ്ര ലേൺ. 20കളിലും 30കളിലും ഉള്ള യുവജനങ്ങളെ ലക്ഷ്യം വെച്ച് തയ്യാറാക്കിയ ഈ പുസ്തകം പണത്തെ നന്നായിട്ട് മനസ്സിലാക്കാനും മാനേജ് ചെയ്യാനും നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഉപകാരപ്പെടുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ്ങുകൾ ആരംഭിക്കുന്നതിന് മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വരുമാനത്തെ മനസ്സിലാക്കലാണ്. പിന്നെ നിക്ഷേപത്തിനായി നിരവധി ഓപ്ഷനുകളുണ്ട്. പക്ഷേ എനിക്ക് അനുയോജ്യമാവുന്ന ഒരു നിക്ഷേപം നിങ്ങൾക്ക് അനുയോജ്യമാവണമെന്നില്ല. കാരണം നമ്മുടെ വരുമാനവും ലക്ഷ്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. അതിനാൽ ഓരോരുത്തരുടെയും വരുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ശരിയായ നിക്ഷേപ ഓപ്ഷനുകൾ അറിയുക നിർബന്ധമാണ്. ഈ പുസ്തകത്തിലെ ലേസി ഫൈനാൻഷ്യൽ ക്യാൻവാസ് എന്ന ആദ്യ അധ്യായം തന്നെ നോക്കിയാൽ വരുമാനം, നികുതി, ആസ്തികൾ എന്നിവയെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ദ അസറ്റ് മെയ്സ് എന്ന 4ാമത്തെ അധ്യായത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇക്വിറ്റി, ബോണ്ടുകൾ, സ്വർണം, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങൾക്കുള്ള വിശകലനങ്ങളാണ്. അടുത്ത അധ്യായങ്ങളിൽ മ്യൂച്വൽ ഫണ്ട്സും ഇൻഷുറൻസും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് കോംപ്ലക്സ് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പോലും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. പിന്നെ ഈ പുസ്തകം വാങ്ങാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അനുരാഗ് 15 എന്ന കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15% ഓഫ് ഉണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധനത്തിൻ്റെ വില കൂടുക എന്ന് പറയുന്നത് നിക്ഷേപിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കരുത്. അത് മാത്രം ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കരുത്. പണ്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പല ആളുകൾക്കും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം മേടിച്ച് വെച്ചാൽ ഇനി ഇടിയാൻ സാധ്യതയുണ്ട്, എന്താണെങ്കിലും ഒരു 10 വർഷം കഴിയുമ്പോൾ വില കൂടുമല്ലോ, അപ്പം നമുക്ക് ലാഭമാവുമല്ലോ എന്ന ചിന്തയാണ്. അതുപോലെ സ്ഥലം മേടിച്ച് വെച്ച പല ആളുകളും, പണ്ട് വസ്തു മേടിച്ച് വെച്ച ആളുകൾ പറയാറുണ്ട്, അന്ന് ഞാൻ മേടിച്ചത് ഈ വിലയ്ക്കായിരുന്നു, ഇന്ന് നോക്കുമ്പോൾ ഇത്രയും വിലയാണ്, അപ്പോൾ എന്താണെങ്കിലും ലാഭമാണല്ലോ. ഇങ്ങനെ വെറുതെ വില മാത്രം കണ്ടു കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം എന്താണ്, ഈ ലാഭം ഉണ്ടാക്കാൻ നമ്മൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട് എന്ന കാര്യം പരിഗണിക്കണം. അതുകൂടാതെ ലാഭം എത്ര ശതമാനത്തിലുണ്ടായി, കോമ്പൗണ്ട് ആവറേജ് ആനുവൽ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് പോലെ കാഗർ അല്ലെങ്കിൽ CAGR എന്നൊക്കെ പറയുന്നത് പോലുള്ള വാർഷിക ശരാശരി വളർച്ച എത്രത്തോളം ഉണ്ടായി നമ്മൾ കണക്ക് കൂട്ടണം. എന്നിട്ട് അതിൻ്റെ നമ്മൾ നടത്തിയ നിക്ഷേപത്തിൻ്റെ സമാന റിസ്ക് ഉള്ള നിക്ഷേപവുമായിട്ട് താരതമ്യമെങ്കിലും ചെയ്യണം. ഉദാഹരണം പറയാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ ഞാൻ വെറുതെ കയ്യിൽ വെക്കുകയാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷമാവുന്ന സമയത്ത് ഒട്ടുമിക്ക സാധനങ്ങളുടെ എല്ലാം വില കൂടുന്നതാണ്. കാരണം എന്താണ്, പണപ്പെരുപ്പുണ്ട്, നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ 1 ലക്ഷം രൂപ അടുത്ത വർഷവും 1 ലക്ഷം രൂപ തന്നെയാണോ? ശരിക്കും 1 ലക്ഷം തന്നെയാണ് എങ്കിലും ആ 1 ലക്ഷം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതായത് ശരിക്കും കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിക്ഷേപിക്കണം. എങ്ങനെ നിക്ഷേപിക്കണം? ഈ പണപ്പെരുപ്പത്തെ എത്രത്തോളം മൂല്യം നഷ്ടമാവുന്നുണ്ടോ അത്രത്തോളം മൂല്യമെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ നിക്ഷേപിക്കണം. അതിനെ മറികടക്കുന്ന രീതിയിൽ നിക്ഷേപിക്കാൻ പറ്റിയാൽ, ഉദാഹരണത്തിന് 5% ഇതിൻ്റെ പർച്ചേസിങ് പവർ ഇടിഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം എനിക്ക് 5% ഈ പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ആകെയുള്ള 1,50,000 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 1 ലക്ഷം കൊണ്ട് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന തുകയാണ്. അതായത് എനിക്ക് നഷ്ടം വന്നിട്ടില്ല. പക്ഷേ പണത്തെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കുക? ഈ 5% ഇൻഫ്ലേഷനെ മറികടക്കുന്ന രീതിയിൽ ഒരു നിക്ഷേപം നടത്താൻ എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞാനും പണിയെടുത്തു, എൻ്റെ പണവും പണിയെടുത്തു നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ ഒരു പക്ഷേ എൻ്റെ പണത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണമൊക്കെ എൻ്റെ കയ്യിലെത്തിയ സമയത്താണ് ഞാനൊരു വസ്തു മേടിച്ചിട്ടത്. ഈ വസ്തുവിൻ്റെ വില അന്ന് സെൻറ്റിന് ചിലപ്പോൾ 1 ലക്ഷം രൂപയായിരിക്കാം. കുറേ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് സെൻറ്റിന് 2
ലക്ഷം രൂപയായി. അപ്പോൾ അയാൾ കണക്ക് കൂട്ടുകയാണ്, സ്ഥലം മേടിച്ച ഞാൻ തന്നെ കണക്ക് കൂട്ടുകയാണ്, 1 ലക്ഷം 2 ലക്ഷമായി. അപ്പോൾ എനിക്ക് ലാഭമല്ലേ എന്ന് ചിന്തിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കണം? ഈ പറമ്പിൽ നിന്നെടുത്ത ആദായം ഉണ്ടെങ്കിൽ അത് ചിന്തിക്കണം, അതിൻ്റെ കൂടെ എത്രത്തോളം റിസ്ക് എടുത്തു എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ബാങ്കിൽ 1 ലക്ഷം രൂപ ഇട്ടാൽ ഇത്ര വർഷം കൊണ്ട് 2 ലക്ഷം രൂപയിലധികം ഈ പറമ്പ് നൽകിയ ആദായത്തിൽ അധികം നൽകി 2 ലക്ഷം രൂപയിൽ അധികം എല്ലാം ഉണ്ടാക്കി തന്നിരുന്നു എങ്കിലോ? അതായത് ഇപ്പോൾ ഒരു CAGR ഒരു 6% ഈ പറമ്പ് നൽകിയത് എങ്കിൽ, ശരാശരി വളർച്ച, പണത്തിൻ്റെ വളർച്ച നൽകിയത് എങ്കിൽ, ബാങ്ക് 6 മുതൽ 7% വരെ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ശരിക്കും നമ്മൾ നടത്തിയ നിക്ഷേപം ലാഭകരമാണോ എന്ന് ചിന്തിക്കണം. ലാഭകരമല്ല. കാരണം എന്താണ്? സ്ഥലം മേടിച്ച് വെക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിസ്ക് കൂടിയൊരു കാര്യമാണ്. ചിലപ്പോൾ സ്ഥലം മേടിക്കാൻ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വില കുറയാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എത്രയോ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബാങ്കിൽ വെറുതെ പണം കൊണ്ടിടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം പരിഗണിച്ചാൽ ഈ സ്ഥലത്തിൽ നിക്ഷേപിച്ചത് ലാഭമാണോ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, എൻ്റെ സ്ഥലം 4 ഇരട്ടിയായി 10 ഇരട്ടിയായി എന്നൊന്നും പറഞ്ഞു വരരുത്, നമ്മളൊരു ഉദാഹരണം മാത്രം നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാങ്ക് ആയിരുന്നു ലാഭം. കാരണം റിസ്ക്കും കുറവാണ്, സമാന റിട്ടേണും ഉണ്ട്. ഇതുപോലെ നമ്മുടെ പണം വെറുതെ വളർന്നു എന്ന് കരുതി, അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ വില കൂടി എന്നത് മാത്രം കരുതിക്കൊണ്ട് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കരുത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഒരു സാധനത്തിൻ്റെ വില കൂടിയത് കൊണ്ട് മാത്രം അത് ലാഭമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി നമ്മൾ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും കാര്യത്തിലേക്ക് വരിക. സ്വർണ്ണവും വെള്ളി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ പൂർവികർ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. നമുക്കറിയില്ലേ, 7000-8000 വർഷങ്ങൾക്ക് മുന്നേ വരെ സ്വർണ്ണം ഉപയോഗിച്ചതിൻ്റെയും വെള്ളി ഉപയോഗിച്ചതിൻ്റെയും തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുരാതന മനുഷ്യ സംസ്കാരങ്ങൾ കുഴിച്ചെടുത്ത സമയത്ത് സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ ലോഹങ്ങളുടെ പ്രത്യേകതകൾ? സ്വർണം നമുക്കറിയാം, അല്ലെങ്കിൽ വെള്ളിയുടെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, തിളക്കമുള്ള ലോഹങ്ങളാണ്. എല്ലാ ലോഹത്തിൻ്റെയും പ്രത്യേകതയായിട്ട് നമ്മൾ പലപ്പോഴും തിളക്കമുള്ളതായിട്ട് പറയാറുണ്ട് എങ്കിലും സ്വർണ്ണത്തിനും വെള്ളിക്കും ആഭരണമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് കൂടുണ്ട്. അതുകൂടാതെ ഇത് പെട്ടെന്ന് ആസിഡൊക്കെ ആയിട്ടും അങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ല. സ്വർണ്ണത്തിൻ്റെ കാര്യം പ്രത്യേകിച്ചും ആസിഡായിട്ടൊന്നും റിയാക്ട് ചെയ്യില്ല, പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോവില്ല, ക്ലാവ് പിടിച്ച് പോവില്ല, തിളക്കം നഷ്ടപ്പെടാതെ കാലങ്ങളോളം നിൽക്കും. നമ്മുടെ സ്വർണ്ണമാലയൊക്കെ നോക്കിയാൽ മതി, എത്ര കാലം ഉപയോഗിച്ചാലും ഒന്ന് സോപ്പിട്ട് കഴുകി അഴുക്ക് കളഞ്ഞാൽ തന്നെ ലോഹത്തിനൊന്നും പറ്റിയിട്ടില്ല എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് വലിയ രീതിയിൽ മൂല്യമുള്ളതായിട്ട് കണക്കാക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ മണ്ണ് പോലെ ഒരുപാട് സ്വർണ്ണം നമുക്ക് ചുറ്റുമുണ്ടായിരുന്നെങ്കിലോ അതിന് മൂല്യം ഉണ്ടാവില്ല. കാരണം ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ സ്വർണ്ണം എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് കുഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ കുറച്ച് പണിയുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഉപയോഗിച്ചാൽ തീരുന്നൊരു സാധനമാണ്. ഭൂമിയിൽ പ്ലെൻറ്റി ആയിട്ടില്ല, അബണ്ടൻ്റ് ആയിട്ട് ഇല്ലാത്തൊരു സാധനമാണ്. അതിൻ്റെ സപ്ലൈ പരിമിതപ്പെട്ടതാണ്. വെള്ളിയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. സ്വർണ്ണത്തോളം മൂല്യമുള്ള ഒരു വസ്തുവായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എങ്കിലും ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വെള്ളി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നിരവധി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും ഇപ്പോൾ ആധുനിക കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളിക്കുണ്ട്. സ്വർണ്ണത്തിന് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് എങ്കിലും വെള്ളിക്ക് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും വില എങ്ങനെയാണ് കൂടുന്നത്? ഏത് സാധനത്തിൻ്റെയും വില കൂടുന്നത് കൊണ്ട് തന്നെ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വില കൂടുന്നത്. അതായത് സ്വർണം കുറേ പേർക്ക് വേണമെന്നുള്ള ആവശ്യമുണ്ട്, പക്ഷെ അത്രത്തോളം സ്വർണം ഭൂമിയിലുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിൻ്റെ വില കൂടുന്നതാണ്. അപ്പോൾ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഓഹരി വിപണി നോക്കുകയാണെങ്കിലും അതിൽ ഓഹരിയുടെ മൂല്യം എങ്ങനെയാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്? ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെയാണ് സ്വർണ്ണത്തിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഡിമാൻഡും സപ്ലൈയുമാണ് അവസാനം നമ്മൾ എത്തുന്ന ഒരു കാര്യമെങ്കിലും അതിലേക്ക് നയിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒന്നാമത്തതാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ അറിയാം സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതായിട്ട് പല സമയത്തും കാണാറുണ്ട്. എന്താണ്? സ്വർണ്ണത്തിന് ആവശ്യം കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറവാണ്, അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ വില ഉയർന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതേ രീതി തന്നെയാണ് സിൽവറിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. മറ്റൊരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അൺസർട്ടനിറ്റികളാണ്. അതായത് ഒരു അനിശ്ചിതത്വമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ലോകത്ത് സംഭവിക്കുമ്പോൾ, യുദ്ധം പോലുള്ള, പ്രകൃതിക്ഷോഭം പോലുള്ള കാര്യങ്ങളെല്ലാം ലോകത്ത് സംഭവിക്കുന്ന സമയത്ത് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഡിമാൻഡ് ഉയരുന്നതായിട്ട് കാണാറുണ്ട്. കാരണം ആ സമയത്ത് കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. അപ്പോൾ പണം എങ്ങോട്ട് മാറ്റേണ്ടി വരും? സേഫ് ഹെവൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് മാറ്റേണ്ടി വരും, ഒരു സേഫ് അസറ്റിലേക്ക് മാറ്റേണ്ടി വരും. മനുഷ്യവംശത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില ഒരു സ്റ്റേബിളായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് പല സമയത്തും കാണാൻ പറ്റും. ഇടിഞ്ഞിട്ടുണ്ട്, സ്റ്റേബിളായിട്ട് നിലനിന്നിട്ടുണ്ട്. പക്ഷേ അതിന് എപ്പോഴും മൂല്യമുണ്ടാവുമെന്ന് മനസ്സിലാക്കി കമ്പനികളുടെ ഓഹരികൾ പോലെ ഇടിഞ്ഞ് പൊളിയില്ല എന്ന് മനസ്സിലാക്കി പഞ്ഞകാലത്തും ഉപയോഗിക്കാൻ വേണ്ടി ആളുകൾ പണം സ്വർണ്ണത്തിലേക്ക് നീക്കി വെക്കുന്നത് കാണാറുണ്ട്. അത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീണ്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡിമാൻഡിലേക്കും സപ്ലൈയിലേക്കും പോവും. ഡിമാൻഡ് കൂടും, സപ്ലൈ കുറവാണ്, അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിൻ്റെ വില ഉയരുന്നതാണ്. ഇതേ കാര്യം തന്നെ
സിൽവറിൻ്റെ കാര്യത്തിലും വെള്ളിയുടെ കാര്യത്തിലും സംഭവിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ് കൂടുന്ന സമയത്ത്, ഇപ്പോൾ വെള്ളിയിൽ നിക്ഷേപിക്കാൻ പോകുന്ന ആളുകളെല്ലാം പലപ്പോഴും മാനുഫാക്ചറിങ് ഇൻഡെക്സുകൾ നോക്കാറുണ്ട്. ലോകത്ത് ഉൽപ്പാദനം, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മുകളിലേക്കാണോ പോകുന്നത് എന്നതിൻ്റെ ഇൻഡെക്സുകളല്ലാണ്ട് ഇത് നോക്കി അത് കുതിക്കാൻ പോവുകയാണ് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെള്ളിയുടെ ഡിമാൻഡ് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ ഓടുന്ന വാഹനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, പെട്രോളിലും ഡീസലിലും ഓടുന്ന വാഹനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ സിൽവറിൻ്റെ അളവ് കുറവ് മതിയായിരുന്നു. പക്ഷേ EV വാഹനങ്ങളിൽ, പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിലും 50%-ലധികം വെള്ളി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ധാരാളം ഉപയോഗങ്ങൾ വെള്ളിക്കുണ്ട്. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി മുകളിലേക്ക് പോകുന്ന സമയത്ത് വെള്ളിയുടെ എന്ത് കൂടും? ഡിമാൻഡ് കൂടും. സിൽവറിൻ്റെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് സപ്ലൈ സ്വാഭാവികമായിട്ടും പരിമിതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയുടെ വില കൂടുന്നതാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും വില കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, സ്വർണ്ണത്തിന് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ, AI യുഗത്തിൽ നമ്മൾ നോക്കിയാൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും വന്നിട്ടുണ്ട്. പല സ്ഥലത്തും സ്വർണ്ണം ഉപയോഗിക്കാത്തത് അതിൻ്റെ വില കൂടിയത് കൊണ്ടാണ്. എങ്കിലും സ്വർണ്ണം തന്നെ വേണമെന്ന ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഉപയോഗം നടക്കുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണത്തിൻ്റെയും ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് വർഷങ്ങൾ കൊണ്ട് കൂടി വരുന്നത് നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്വർണ്ണത്തിലും വെള്ളിയിലും നിക്ഷേപിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ, നിക്ഷേപിക്കുമ്പോൾ എത്ര ശതമാനം വരെ അല്ലെങ്കിൽ എത്രയൊക്കെ നമുക്ക് നിക്ഷേപിക്കാം, എങ്ങനെയൊക്കെ നിക്ഷേപിക്കാം, ഏതാണ് ലാഭകരം, ഇതെപ്പോഴും വില കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അതിന് പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് നോക്കേണ്ടത്? ചരിത്രം നോക്കണം. ചരിത്രത്തിൽ എങ്ങനെ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും വില കൂടി കുറഞ്ഞു എന്ന കാര്യം പരിശോധിക്കണം. അപ്പോൾ നിക്ഷേപങ്ങൾക്ക് നമ്മൾ ചരിത്രം പരിശോധിക്കരുത് എന്നൊരു കാര്യം പല സമയത്തും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ പാസ്റ്റ് ഫ്യൂച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, പാസ്റ്റിൽ സംഭവിച്ചതുപോലെ ഫ്യൂച്ചറിലും സംഭവിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫൈനാൻസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അതിലും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ പല സമയത്തും ഉണ്ടാവാറില്ല. ചരിത്രത്തിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്തു എന്നത് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പൂർണ്ണമായിട്ടും അതിൽ മാത്രം റിലേ ചെയ്യരുത് എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും വർഷങ്ങൾ കൊണ്ടുള്ള വളർച്ച നമുക്ക് നോക്കാം. 1990 മുതൽ 2004 വരെ ഏതാണ്ട് 14 വർഷമുണ്ട്. 0%, ഏതാണ്ട് 0% റിട്ടേൺ ആണ് വെള്ളി നൽകിയത്. വെള്ളിയുടെ വില കൂടിയിട്ടേയില്ല. 2004 മുതൽ 2010 വരെ പക്ഷെ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഉയർച്ച, ഏതാണ്ട് 500-600% റിട്ടേൺ ആണ് ആ കേവലം 6 വർഷങ്ങൾ കൊണ്ട് മാത്രം വെള്ളിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ 2011 മുതൽ 2015 വരെ നോക്കുകയാണെങ്കിൽ -70%-ഓളമാണ് തകർച്ച ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ 2019 ശേഷം കോവിഡ് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 159%-ഓളം അബ്സല്യൂട്ട് റിട്ടേൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് CAGR കാഗറിൽ നോക്കുകയാണെങ്കിൽ 20%-ഓളം ശരാശരി വളർച്ചയാണ് സിൽവറിന് ഉണ്ടായിട്ടുള്ളത്. ഇനി സ്വർണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2012 31,050 രൂപയായിരുന്നു 10 ഗ്രാം സ്വർണത്തിൻ്റെ വില. 2019 സമയത്ത് 35,220 രൂപ മാത്രമാണ് 10 ഗ്രാം സ്വർണത്തിൻ്റെ വിലയായിട്ട് മാറിയത്. റിട്ടേൺ എത്രയാണ്? 31,000 35,000 ആയത് 7 വർഷങ്ങൾ കൊണ്ട് മാത്രമാണ്. അതും 10 ഗ്രാമിനാണ് എന്ന കാര്യം ഓർക്കണം. ഏതാണ്ട് 0 എന്നൊക്കെ പറയുന്നത് പോലുള്ള വളരെ ചെറിയൊരു റിട്ടേൺ ആണ് ഈ സമയത്ത് കിട്ടിയിട്ടുള്ളത്. 1992 മുതൽ 2002 വരെയുള്ള 10 വർഷം നോക്കിയാലോ, 4,334 രൂപയിൽ നിന്ന് 4,990 രൂപയായിട്ട് സ്വർണത്തിൻ്റെ വില മാറി. ഏതാണ്ട് റിട്ടേൺ നോക്കിയാൽ 1.5% പ്രതിവർഷം വളർന്നിട്ടുള്ളത്. സ്വർണത്തിൻ്റെ കാര്യമാണെങ്കിലും വെള്ളിയുടെ കാര്യമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും തകർച്ച നേരിട്ടിട്ടുണ്ട്, സ്റ്റേബിളായിട്ട് നിലനിന്നിട്ടുണ്ട്. സ്വർണത്തിൻ്റെ കാര്യം നോക്കിയാൽ വർഷങ്ങളോളം, 8-10 വർഷങ്ങളോളം ഏതാണ്ട് 0 റിട്ടേണോളം, വളരെ ചെറിയ റിട്ടേണോളം മാത്രം നൽകിക്കൊണ്ട് നിന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ 1-10 ലക്ഷം രൂപ സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണ്. ഒരു 10 വർഷം 5 പൈസ അതിൽ കൂടാത്തത് കണ്ടു നിൽക്കാനുള്ള ശക്തി നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. 2019 ശേഷം വ്യത്യാസമുണ്ട്. 2019 ശേഷം വലിയ വളർച്ചയാണ് സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്, വെള്ളിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും ഈ കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടത്തെ കണക്കെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ടത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ വിലയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിവർഷം എത്രത്തോളം വളർച്ച ഉണ്ടായി എന്ന് നോക്കുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. സ്വർണത്തിൻ്റെ ആണെങ്കിലും വെള്ളിയുടെ ആണെങ്കിലും ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 8 മുതൽ 9 വരെ ശതമാനം അല്ലെങ്കിൽ 10%-നുള്ളിൽ ഒരു റിട്ടേൺ ആണ് CAGR ആയിട്ട് സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും നൽകിയിട്ടുള്ളത്. വില കൂടി എന്നതുകൊണ്ട് മാത്രം ലാഭമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല. എത്ര ശതമാനത്തിൽ കൂടിയെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ സമാന റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതിൽ കുറവ് റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളൊരു ഉദാഹരണം നോക്കാം, ഒരു ചെറിയ താരതമ്യം നോക്കാം. 8 മുതൽ 9% റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിന് പണിക്കൂലി കൊടുക്കുന്നുണ്ട്. സ്വർണ്ണാഭരണം വാങ്ങുന്ന സമയത്ത്
GST കൊടുക്കുന്നുണ്ട്, ലാഭത്തിന് നികുതി കൊടുക്കുന്നുണ്ട്. ഈ 8%, 9% ഒക്കെ റിട്ടേൺ ഏതാണ്ട് ഒരു FD ലൈക്ക് റിട്ടേൺ, അതായത് ബാങ്കിലിടുന്നത് പോലുള്ള ഒരു റിട്ടേൺ ആണ് സ്വർണം ചരിത്രം നോക്കിയാൽ തന്നിട്ടുള്ളത്. ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ സ്വർണ്ണ ആഭരണം വാങ്ങി വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ സ്വർണ്ണാഭരണം മേടിക്കണ്ട എന്നാണ് പറയുന്നത്. ഒരിക്കലും സ്വർണ്ണാഭരണം മേടിക്കേണ്ട എന്നല്ല, അതിന് അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്. സ്വർണ്ണാഭരണം മേടിക്കേണ്ട ആളുകൾക്ക് മേടിക്കാം, പക്ഷേ ഇതിൻ്റെ റിട്ടേണിൻ്റെ ശതമാനം ഏതാണ്ട് ഇത്രത്തോളമാണെന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ വെള്ളിയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ, സിൽവറിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ സ്വർണ്ണത്തെക്കാളും വോളറ്റൈലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭീമമായ ഇടിവും ഭീമമായ ഉയർച്ചകളും സിൽവർ നേരിട്ടിട്ടുണ്ട്. പക്ഷേ സ്വർണത്തിൻ്റെ കാര്യം നോക്കിയാൽ അത്രത്തോളം വോളറ്റൈലല്ല, കുറച്ചെല്ലാം സ്ട്രോങ് ആണ് എന്ന കാര്യമാണ് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ സമീപ ചരിത്രത്തിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്വിറ്റി മാർക്കറ്റ്, അതായത് ഓഹരി വിപണി മുകളിലേക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം സ്വർണവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളിയും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ശരിക്കും സംഭവിക്കുക? ശരിക്കും സ്വർണവും വെള്ളിയും ഇക്വിറ്റിയുമായിട്ടുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ കുറവാണ്. അത് തമ്മിൽ നല്ല രീതിയിൽ കോറിലേറ്റഡ് ആയിരുന്നുവെങ്കിൽ ഓഹരി വിപണി കൂടുമ്പോൾ സ്വർണത്തിൻ്റെ വില കൂടുന്നു എന്ന കാര്യം എല്ലായ്പ്പോഴും സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് അത്രത്തോളം റിലേറ്റഡ് അല്ല, ഒരു കണക്കിന് ഒട്ടും തന്നെ റിലേറ്റഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സ്വർണവും വെള്ളിയും ഉയരുന്നത് ഏതാണ്ട് ഒരുപോലെയാണ്. കാരണം ഈ അൺസർട്ടനിറ്റികൾ ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തൊക്കെ വെള്ളി ധാരാളമായിട്ട് ഇന്ത്യക്കാരടക്കം മേടിച്ചു കൂട്ടുന്നുണ്ട്, അതുപോലെ സ്വർണവും മേടിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും ഓഹരി വിപണിയുമായി ചെറുതായിട്ട് മാത്രം കോറിലേറ്റ് ചെയ്യുന്ന അസറ്റ് ക്ലാസ് ആണല്ലോ ഈ പ്രഷ്യസ് മെറ്റൽ. നമ്മൾ സിൽവറിൻ്റെ കാര്യം നോക്കിയാലും ഗോൾഡിൻ്റെ കാര്യം നോക്കിയാലും. അപ്പോൾ ഓഹരി വിപണി ഇടിയാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പണം എങ്ങോട്ടായിരിക്കും ആളുകൾ മാറ്റിവെക്കുക? അല്ലെങ്കിൽ നമ്മളൊരു കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോലെ, ഒരു എയർ ബാഗ് ഇടുന്നത് പോലെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണല്ലോ ഈ സ്വർണവും വെള്ളിയും. ഈ ഓഹരി വിപണിയിൽ മാത്രം നമ്മളെ പണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓഹരി വിപണി ഇടിയുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആവില്ലേ? വീണ്ടും തിരിച്ചു കയറുമെന്ന വിചാരമൊക്കെ നമുക്കുണ്ടാവും. എന്നാലും നമ്മുടെ പണം മൊത്തം ഇടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണേണ്ടി വരില്ലേ? അപ്പോൾ ഒരു കുഷനായിട്ട്, ഒരു സീറ്റ് ബെൽറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ ഈ സ്വർണവും വെള്ളി എന്ന് പറയുന്നത്. കാരണം എന്താണ്? അത് വീക്കിലി മാത്രം കോറിലേറ്റഡ് ആണ്. അവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, വൈവിധ്യപ്പെടുത്തൽ സംഭവിക്കുന്നുണ്ട്. എല്ലാ മുട്ടയും നമ്മളൊരു ബാസ്ക്കറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ബാസ്ക്കറ്റ് മറിഞ്ഞാൽ എല്ലാ മുട്ടയും പൊട്ടിപ്പോവും. പക്ഷേ ഡോണ്ട് കീപ്പ് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ നിക്ഷേപങ്ങൾ പല അസറ്റ് ക്ലാസ്സുകളിലായി, പ്രത്യേകിച്ച് വീക്കിലി ഓർ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളിൽ നിക്ഷേപിക്കുമ്പോൾ അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ഡൈവേഴ്സിഫിക്കേഷൻ അസറ്റ് ക്ലാസ് ആയിട്ടാണ് സ്വർണത്തിനെയും സിൽവറിനെയും വാസ്തവത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇത് പറയാൻ ശരിക്കും വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ 15 വർഷത്തെയും 20 വർഷത്തെയും 25 വർഷത്തെയൊക്കെ ഡേറ്റ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് 15 വർഷത്തെ തന്നെ ഡേറ്റ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും താരതമ്യേന റിസ്ക് കുറഞ്ഞ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളായ നിഫ്റ്റി 50യുടെ വളർച്ച എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓഹരി വിപണിയുടെ വളർച്ച എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന സമയത്ത് അതൊരു 14%, 15% ഒക്കെ വരുന്നതായിട്ട്, 13, 14% ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് സിൽവറും ഗോൾഡും ഒക്കെ നൽകിയിട്ടുള്ള റിട്ടേൺ 8, 9, 10% ഒക്കെയാണെന്ന് കാണാൻ പറ്റും. അതായത് ഏതാണ്ട് 3-4% വ്യത്യാസം പ്രതിവർഷം CAGR-ലുണ്ട്. ഇത് കോമ്പൗണ്ടിങ് നടക്കുമല്ലോ. അപ്പോൾ എത്രത്തോളം വലിയ വ്യത്യാസമായിരിക്കും റിട്ടേണിൽ വരുന്നത്? പണം കൂടി എന്നതുകൊണ്ട് മാത്രം അതൊരു മികച്ച നിക്ഷേപമാവണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ഗോൾഡിന് കൂടിയിട്ടുണ്ട്. എത്രയാണ് കൂടിയിട്ടുള്ളത്? 8, 9, 10% ഒക്കെ. അതിൽ കൂടുതൽ കൂടിയ വർഷങ്ങളുണ്ടാവും, പക്ഷേ ശരാശരി നോക്കുമ്പോൾ 8, 9, 10% ഒക്കെയാണ്. ഇതേപോലെ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 13, 14%. ഇത് കോമ്പൗണ്ടിങ് നടന്നിട്ടാണ് കൂടുന്നത്. അപ്പോൾ സ്വർണത്തിന് കൂടിയതിലും എത്രമാത്രം ലാഭമാണ് ഇന്ത്യൻ ഓഹരികൾ തന്നിട്ടുള്ളത് എന്നൊരു താരതമ്യം നടത്തണം. അപ്പോൾ എങ്ങനെയാണ് സ്വർണത്തിൽ നിക്ഷേപിക്കേണ്ടത്? സ്വർണത്തിൽ നിക്ഷേപിക്കേണ്ട എന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. സ്വർണത്തിൽ നിക്ഷേപിക്കണം. നമ്മളാകെ നിക്ഷേപിക്കുന്ന ഒരു പണമില്ലേ, അതിൻ്റെ ഒരു ഭാഗം, നമ്മളൊരു ഭാഗം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത്രത്തോളം കമ്പനികളുടെ ഓഹരികളിലായിട്ട് നിക്ഷേപിക്കണം, ഇത്രത്തോളം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കണം, ഇത്രത്തോളം ബോണ്ടുകളിൽ, ഡെറ്റ് ഫണ്ടുകളിൽ, കടപ്പത്രങ്ങളിൽ, ഡിബഞ്ചേഴ്സിലൊക്കെ നിക്ഷേപിക്കണം, ഇത്രത്തോളം ഭാഗം സ്വർണത്തിൽ നിക്ഷേപിക്കണം. ഈ രീതിയിൽ വൈവിധ്യപ്പെടുത്തിയാണ് നമ്മുടെ നിക്ഷേപങ്ങൾ ഉണ്ടാവേണ്ടത്. അല്ലാതെ എല്ലാ പണവും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് നല്ലൊരു തീരുമാനമല്ല. പ്രത്യേകിച്ച് 2013 കാര്യം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, 2011 കാര്യം നോക്കുകയാണെങ്കിൽ ഈ വർഷങ്ങളിലെല്ലാം സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞിട്ടുണ്ട്. പല സമയത്തും വില ഇടിഞ്ഞപ്പോൾ അതേ വിലയിലേക്ക് തിരിച്ചു കയറാൻ 3-3.5 വർഷമൊക്കെ എടുത്തതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 8 വർഷത്തോളം 10 വർഷത്തോളം കാര്യമായ റിട്ടേൺ ഒന്നും നൽകാതെ സ്വർണം നിന്നതും ഒരു കാര്യമാണ്. അതുകൊണ്ട് പണം അങ്ങനെ ഇട്ട് വെക്കാനുള്ള ഒന്നല്ല. വിവിധ സ്ഥലങ്ങളിലായിട്ട് ഒന്നിടിയുന്ന സമയത്ത് മറ്റേത് കയറുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിട്ടേൺ, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ലാഭകരമായിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ പണത്തെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓഹരിയിൽ ഇത്ര ശതമാനം നിക്ഷേപിക്കുന്നു, അത് നമ്മുടെ പ്രായമനുസരിച്ച് പലപ്പോഴും 100 - ഏജ് എന്ന് പറയുന്ന റൂള് പറയാറുണ്ട്. 100ൽ നിന്ന് നമ്മുടെ പ്രായം കുറയ്ക്കുക. എനിക്കിപ്പോൾ
30 വയസ്സാണെങ്കിൽ 100-ൽ നിന്ന് പ്രായം കുറച്ചാൽ 70% വരെ എനിക്ക് കമ്പനികളുടെ ഓഹരികളിലായിട്ട്, അത് നേരിട്ട് വേണമെന്നില്ല, മ്യൂച്വൽ ഫണ്ടുകൾ വഴി വളരെ എളുപ്പത്തിൽ റിസ്ക് കുറഞ്ഞ രീതിയിലൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ബാക്കിയുള്ള ഫണ്ടുകൾ പല പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അപ്പോൾ ഈ 100 - ഏജ് റൂൾ ഒരു തമ്പ് റൂൾ മാത്രമാണ്, അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ റിസ്ക് അനുസരിച്ചൊക്കെ ഫോളോ ചെയ്യാം. ഇപ്പോൾ ഒരു 50% നമ്മൾ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചു, ഇക്വിറ്റി മാർക്കറ്റിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കാം. ഒരു 30% ഡെറ്റിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കാം. ബാക്കി 10% വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വഴി തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അവസരമുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിക്ഷേപത്തിൽ എപ്പോഴും സ്വർണത്തിനും വെള്ളിക്കും, സ്വർണത്തിനോ വെള്ളിക്കോ ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം. നമുക്കൊരു എയർ ബാഗ് പോലെ, സീറ്റ് ബെൽറ്റ് പോലെ അതിനെ കണക്കാക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ കാര്യം വ്യക്തമാണ്. സ്വർണത്തിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആൾക്ക് സംഭവിച്ച അല്ലെങ്കിൽ കിട്ടിയ റിട്ടേൺ ഇവിടെ കാണാം. എക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരാൾക്ക് കിട്ടിയ, ദീർഘകാലത്തിൽ കിട്ടിയ റിട്ടേൺ ഇവിടെ കാണാം. അതേസമയം സ്വർണത്തിലും ഇക്വിറ്റിയിലും നിക്ഷേപം നടത്തിയ ഒരാൾക്ക് കിട്ടിയ റിട്ടേൺ ഇവിടെ കാണാം. എത്രത്തോളം കൂടുതലാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപിക്കാനുള്ള ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് സ്വർണ്ണത്തെ പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ ആകെ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ ഒരു 5 മുതൽ 10%, ഇനി കൂടിപ്പോയാൽ 15% സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതിൽ തെറ്റുണ്ടാവില്ല. അപ്പോഴും ചോദിക്കും, ഈ വെള്ളിയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, വെള്ളിയിൽ നിക്ഷേപിക്കുന്നത് ശരിയാണോ? ഇപ്പോൾ ഈ ഗോൾഡ് സിൽവർ റേഷ്യോ എല്ലാം വെച്ചിട്ട് കറൻ്റ്ലി സിൽവർ അണ്ടർ വാല്യൂഡ് ആണ്, അത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ബുള്ളിഷ് ട്രെൻഡിലാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള റിട്ടേൺ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വർണ്ണത്തിൽ വേണ്ട, സിൽവറിൽ നിക്ഷേപം നടത്തിക്കോ എന്ന് പറയുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഗോൾഡ് സിൽവർ റേഷ്യോ. ഈ ഗോൾഡിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇല്ലേ, അതിനെ സിൽവറിൻ്റെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ഈ ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഗോൾഡ് സിൽവർ റേഷ്യോയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏതാണ്ട് ഒരു പ്രത്യേക പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നത് കാണാം, ഏതാണ്ട് ഒരു റേഞ്ച് ഫോളോ ചെയ്യുന്നത് കാണാം. ആ റേഞ്ചിൽ നിന്ന് ഇപ്പോൾ വളരെ കൂടുതലാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡിനെ വെച്ച് നോക്കുന്ന സമയത്ത് സിൽവർ വളരെ അണ്ടർ വാല്യൂഡ് ആണ്. റോബർട്ട് കിയോസാക്കി എല്ലാം സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, ഇപ്പോൾ പറ്റിയ സമയമാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആകെ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ ഒരു 10-15% വരെ മാത്രമല്ലേ നമ്മൾ ഈ സിൽവറിലും ഗോൾഡിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആകെ സിൽവറും ഗോൾഡും അടക്കം മാത്രം അത്രയും കീപ്പ് ചെയ്യുന്നതാണ് നല്ല കാര്യം. എങ്കിൽ പോലും സിൽവർ ഗോൾഡിനെ അപേക്ഷിച്ച് വളരെയധികം വോളറ്റൈലാണ് എന്ന കാര്യം മനസ്സിലാക്കണം. വില കൂടുകയും ഇടിയുകയൊക്കെ ചെയ്യാം. വലിയ പണമൊന്നും സിൽവറിൽ നിക്ഷേപിക്കുന്നത് അത്ര നല്ല കാര്യമായിരിക്കില്ല. ഇനി എങ്ങനെ നിക്ഷേപിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലേ. ഫിസിക്കലായിട്ട് നിക്ഷേപിക്കാം, ഫിസിക്കൽ ഗോൾഡും ഫിസിക്കൽ സിൽവറുമായിട്ട് നമുക്ക് നിക്ഷേപിക്കാം. സിൽവറിൻ്റെ ബാറുകൾ നമുക്ക് മേടിക്കാൻ പറ്റും, പ്യൂരിറ്റി കൂടിയ 99.9% പ്യൂരിറ്റി ഉള്ള ബാറുകൾ നമുക്ക് മേടിക്കാം. സ്വർണ്ണത്തിൻ്റെ ആഭരണങ്ങൾ നമുക്ക് മേടിക്കാം. ഇതിനെല്ലാം പക്ഷേ പണിക്കൂലി അല്ലെങ്കിൽ പോളിഷിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് GST എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാർജുകളും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം. ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പിന്നെ അത് സേവ് ചെയ്ത് വെക്കണം അല്ലേ, നമ്മൾ നന്നായിട്ട് എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ അത് ആരെങ്കിലും കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അതിന് സ്റ്റോറേജിന് പക്ഷേ നമ്മൾ ലോക്കർ എടുക്കുകയാണെങ്കിൽ ലോക്കറിന് ചാർജ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഒരു നിക്ഷേപമായിട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ ആകെ CAGR നോക്കിക്കഴിഞ്ഞാൽ 8-9%. അതിൽ ഇത്രയും ചാർജും കൂടെ പോയി കഴിഞ്ഞാൽ FDയിലേക്ക് റിട്ടേൺ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലാഭമുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഒരു നിക്ഷേപമായിട്ട് പരിഗണിക്കുമ്പോൾ ഫിസിക്കൽ ഫോം നല്ലതല്ല എന്നുള്ളത് വ്യക്തമാണ്. എങ്കിൽ പോലും ഈ ബോണ്ടുകളെയും മ്യൂച്വൽ ഫണ്ടുകളെയും ഒന്നും വിശ്വാസമില്ല എന്ന് കരുതുകയാണെങ്കിൽ ഓക്കെ, ഫിസിക്കൽ ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ വാങ്ങാം. ഉപയോഗിച്ചാലും വില കൂടുന്നൊരു സാധനമല്ലേ എന്ന് കരുതി മേടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിക്ഷേപമാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഇതൊന്നും അറിയാതെ ഇത് മേടിക്കുന്നത് ഒരു മണ്ടത്തരായിരിക്കും. രണ്ടാമത്തെ ഫോം എന്താണ്? നമുക്ക് ഡിജിറ്റലായിട്ട് മേടിച്ച് വെക്കാം, ഡിജിറ്റൽ ഗോൾഡായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ സിൽവറായിട്ട് മേടിച്ച് വെക്കാം. അതിനുള്ള ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ ഡിജിറ്റൽ ഗോൾഡും ഡിജിറ്റൽ സിൽവറും ഒന്നും റെഗുലേറ്റഡ് അല്ല. സെബി ഒന്നും റെഗുലേറ്റ് ചെയ്യുന്നില്ല, RBI ഒന്നും റെഗുലേറ്റ് ചെയ്യുന്നില്ല, ERDA ആണെങ്കിലും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. അപ്പോൾ റെഗുലേറ്റേഴ്സ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. സ്പ്രെഡ് വളരെ കൂടുതലാണ്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉള്ള ഒരു പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഒരു ദിവസം തന്നെ ഒരു ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ വാങ്ങുമ്പോൾ നമുക്ക് വില കുറച്ച് കൂടുതലായിരിക്കും, അവർ നമ്മളോട് തിരിച്ച് വാങ്ങുമ്പോൾ വില കുറച്ച് കുറവായിരിക്കും തരിക. അപ്പോൾ ഈ സ്പ്രെഡിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതേ കാര്യം തന്നെ ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യത്തിലും ഫിസിക്കൽ സിൽവറിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട്. മൂന്നാമത്തേത് സ്വർണ്ണത്തിൻ്റെയും അല്ലെങ്കിൽ സിൽവറിൻ്റെയും ഒക്കെ വില കൂടുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്വർണ്ണവും വെള്ളിയും ഒക്കെ വെച്ച് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ, കമ്പനികളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്ന കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപം നടത്തി ലാഭം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓഹരി വില കൂടുമല്ലോ, അവർക്ക് ലാഭം കൂടുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഓഹരി വില കൂടുമല്ലോ എന്ന ധാരണയിൽ കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപിക്കാറുണ്ട്. നാലാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്
ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുക. അപ്പോൾ മൈനുകൾ നടത്തുന്ന കമ്പനികൾ ഒക്കെ ഉള്ള അതിലെല്ലാം നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് സിൽവർ ആൻഡ് ഗോൾഡ് MCXകൾ, സിൽവർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നെല്ലാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഇനി പ്രധാനപ്പെട്ടത് നമുക്ക് ലാഭകരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്നത് ഏതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സിൽവർ ഗോൾഡ് ETFകളായിരിക്കും. സിൽവർ ETFകളുണ്ട്, ഗോൾഡിൻ്റെ ETFകളുണ്ട്. ETF എന്നാൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളാണ്. ഈ ETF എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ നമുക്കറിയാം, നമുക്ക് ഫിസിക്കലായിട്ട് സ്വർണ്ണം മേടിച്ച് വെക്കണ്ട. പക്ഷേ സ്വർണ്ണം മേടിച്ച് വെക്കുന്നത് പോലുള്ള ലാഭം അല്ലെങ്കിൽ സിൽവർ മേടിച്ച് വെക്കുന്നത് പോലുള്ള ലാഭം എനിക്ക് കിട്ടണമെന്നാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ പണം ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നടത്തുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. അത് നമ്മളെങ്ങനെയാണ് ചെയ്യുക? ഓഹരി വിപണിയിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ETFകൾ മേടിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അന്നത്തെ സ്വർണത്തിൻ്റെ വിലയിൽ അല്ലെങ്കിൽ ആ സെക്കൻഡിലെ സ്വർണത്തിൻ്റെ വിലയിൽ നമുക്ക് കുറച്ച് യൂണിറ്റുകൾ മേടിച്ച് വെക്കാം. പിന്നെ നമ്മൾ വിൽക്കുന്ന സമയത്ത് എന്താണോ സ്വർണത്തിൻ്റെ വില ആ വിലയ്ക്ക് നമുക്ക് വിൽക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് ഹോൾഡ് ചെയ്യണോ? ഹോൾഡ് ചെയ്യേണ്ട. ആരാണ് ഈ സ്വർണം ഹോൾഡ് ചെയ്യുക? അല്ലെങ്കിൽ വെള്ളിയുടെ കാര്യമൊക്കെ ഉദാഹരണം പറയാനാണെങ്കിൽ 30 കിലോയുടെ ബാറെല്ലാം ഈ ETF ബാക്ക് എൻഡിൽ മേടിച്ച് വെക്കുന്നുണ്ടാവും. അവർ നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുമ്പോൾ തന്നെ ഫിസിക്കലായിട്ട് ഇത് മേടിച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ചാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. എന്താണെങ്കിലും ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസിനെല്ലാം ട്രാക്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു ETF കണക്കാക്കാം. അപ്പോൾ ETF മേടിക്കണമെങ്കിൽ പക്ഷേ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് സിൽവർ ബീസ് എന്നോ ഗോൾഡ് ബീസ് എന്നോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ETF കാണാം. അതിലേക്ക് നമുക്ക് നിക്ഷേപം നടത്താൻ പറ്റും. നമുക്ക് SIP നിക്ഷേപം നടത്താൻ വേണ്ടി പറ്റും. നമുക്കറിയാം 10% ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ സ്വർണ്ണത്തിലും അല്ലെങ്കിൽ സിൽവറിലുമായിട്ട് ടോട്ടലായിട്ടുള്ളത് നല്ലതാണ് എന്ന് നമുക്കറിയാം, നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നിക്ഷേപം നടത്തുമ്പോൾ നമ്മുടെ ടോട്ടൽ SIP ഇപ്പോൾ ഒരു 10,000 രൂപയാണ് പോകുന്നത് എങ്കിൽ ആ 10,000 രൂപയുടെ 10% 1,000 രൂപയെങ്കിലും ഇതിലേക്ക് SIP നടത്തുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കുഷനായിട്ട് ഇത് ആക്ട് ചെയ്യും. അത് വളരെ എളുപ്പമാണ് നമുക്ക് തുടങ്ങാനും SIP ചെയ്യാനും എല്ലാം. പിന്നെ ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. ഓരോരുത്തരുടെയും രീതിയും ചിന്താരീതിയും റിസ്ക് പ്രൊഫൈലും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ വേറെ വേറെ ആയിരിക്കും. നിങ്ങൾ 10% ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ബാക്കി ഇക്വിറ്റിയിൽ പോകണം, ബാക്കി റിയൽ എസ്റ്റേറ്റിൽ പോകണം, ബാക്കി മാത്രം ബാങ്ക് FDയിൽ പോയാൽ മതി, ബോണ്ടിൽ പോയാൽ മതി. ഇങ്ങനെയൊന്നും എനിക്ക് നേരിട്ടറിയാത്ത, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കാത്ത ഒരാളോട് പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എടുത്തു പോയി അവരോട് പേഴ്സണലായിട്ട് സംസാരിച്ച് അവരായിരിക്കണം ചിലപ്പോൾ നിർദ്ദേശം നൽകേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ജനറൽ എഡ്യൂക്കേഷണൽ പർപ്പസായിട്ട് മാത്രം ഉൾക്കൊള്ളുക. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല എന്ന കാര്യം തിരിച്ചറിയാം. അടുത്തത് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ. വളരെ നല്ലൊരു കാര്യമായിരുന്നു ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇറക്കുന്ന RBI അച്ചടിച്ചിറക്കുന്ന ബോണ്ടുകളായിരുന്നു. നമുക്ക് മേടിച്ച് വെക്കാൻ വളരെ എളുപ്പമായിരുന്നു. സ്വർണ്ണത്തിൻ്റെ വിലയിൽ മേടിച്ച് വെക്കാം, നല്ല പ്യൂരിറ്റി ആയിട്ടുള്ള സ്വർണ്ണം മേടിച്ച് വെക്കാം. പക്ഷേ സ്വർണ്ണമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട, ബോണ്ടായിട്ട് കീപ്പ് ചെയ്താൽ മതി. വേണമെങ്കിൽ പണയം വെക്കാം. നമ്മൾ എത്ര രൂപയ്ക്കാണോ സ്വർണ്ണം മേടിക്കുന്നത് ആ പണത്തിന് നമുക്ക് 2.5% പലിശ വാർഷികമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. സ്വർണ്ണത്തിൻ്റെ വില കൂടുന്ന സമയത്ത് നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. ഡിമാറ്റ് ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിറ്റ് ഒഴിവാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ 8 വർഷം നമ്മളിത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിന് നികുതി ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച ആ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ട് ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് സോവറിൻ ഗോൾഡ് ബോണ്ട് മേടിച്ചിരുന്നു. അതിപ്പോൾ ഒരു 15 ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട്. വലിയ ഗ്രോത്ത് സ്വർണ്ണത്തിന് ഉണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും സോവറിൻ ഗോൾഡ് ബോണ്ട് വഴി വലിയ ലാഭമാക്കി അതിനെ മാറ്റാൻ വേണ്ടി പറ്റി. കാരണം നമുക്കറിയാലോ, പണിക്കൂലി കൊടുക്കണ്ട, GST കൊടുക്കണ്ട, നമ്മളത് സേവ് ചെയ്ത് വെക്കണ്ട, ആവശ്യം വന്നാൽ നമുക്ക് പണയം വെക്കാം. ഒരുപാട് ഗുണങ്ങളുള്ളതായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ അത് നിർത്തലാക്കി എന്നാണ് വാർത്തകൾ. ഇപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ ഒരു 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ഗോൾഡിൽ നടത്തിയതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. ഏതാണെന്ന് നടത്താനുള്ള കാരണം സ്വാഭാവികമായിട്ട് എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ 1 കോടിയുടെ പോർട്ട്ഫോളിയോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലെക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ ഇങ്ങനെ ഒരു 1 കോടിയുടെ പോർട്ട്ഫോളിയോ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏത് വലിയ പോർട്ട്ഫോളിയോ ആണെങ്കിലും എത്രത്തോളം അറിവ് നമുക്കുണ്ട് എന്ന് വിശ്വസിച്ചാലും സ്വർണ്ണത്തിൽ ഒരു അലോക്കേഷൻ കൊടുക്കുന്നത് പലപ്പോഴും നല്ല കാര്യമായിരിക്കും. പിന്നെ ഇത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. അത് ചിലപ്പോൾ ഒരു പ്രചോദനമാവാനും ചിലപ്പോൾ ഒരു താല്പര്യം ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ചും പണത്തിനെക്കുറിച്ചും ഒക്കെ കാണുന്ന 1-2 ആൾക്കെങ്കിലും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മൾ എന്താണെന്ന് പ്രധാനമായിട്ടും തിരിച്ചറിഞ്ഞത് സ്വർണ്ണത്തിലും സിൽവറിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ തങ്ങളുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും വില കൂടുമല്ലോ, ലാഭമായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നത് അത്രത്തോളം നല്ലൊരു കാര്യമല്ല, അല്ലെങ്കിൽ അത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമല്ല. സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ വില കൂടുന്നുണ്ട്. പക്ഷേ ശരാശരി എത്ര ശതമാനത്തിൽ കൂടുന്നു എന്ന് തിരിച്ചറിയണം. അതിലും മികച്ച നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്കെല്ലാം പണം മാറ്റിവെച്ച ശേഷം ആകെ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ ഒരു 5 മുതൽ 10-15% വരെയൊക്കെ മാത്രം
സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഉചിതം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ മേടിച്ച സ്വർണ്ണത്തിൻ്റെ വില കൂടിയല്ലോ, സ്വർണ്ണത്തിൻ്റെ വില കൂടുകയാണല്ലോ എന്ന് വീണ്ടും പറയുന്ന ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും അവരങ്ങനെ പറയണം. അവരുടെ റിസ്ക് പ്രൊഫൈൽ അങ്ങനെയാണ്, സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർ ആ രീതിയിൽ പോകട്ടെ. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കില്ലല്ലോ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവ് പങ്കുവെച്ചു എന്ന് മാത്രം. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ അറിവുകൾ കിട്ടിയെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതണം. കൂടുതൽ കമൻറ്റ് വരുന്ന സമയത്ത് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. കൂടുതൽ ആളുകൾ വീഡിയോ കാണുന്ന സമയത്ത് ഇതേപോലുള്ള വിഷയങ്ങൾ, അധികം ആളുകൾ കാണാനില്ലാത്ത എങ്കിലും കാണുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന വിഷയങ്ങൾ പറയാൻ എനിക്ക് വളരെ വലിയ പ്രചോദനമായിരിക്കും. അതുകൊണ്ട് അഭിപ്രായം പറയണം, വീഡിയോ ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട, സെബ്ര ലാൻഡ് ഈ പുസ്തകം മേടിക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അനുരാഗ് 15 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ 15% ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.